റഫീഖ് സാർ, മുമ്പ് പ്രവാസികളായ ആളുകൾ പഴയ കാലത്ത് ഗൾഫിൽ പോയിരുന്ന കാലത്ത് അവരുടെ വീട്ടിൽ അവരുടെ രക്ഷിതാക്കൾ ഭാര്യമാരൊക്കെ ഒറ്റപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് അവർ വിരഹ ദുഃഖങ്ങളൊക്കെ കടിച്ചമർത്തി കത്തുപാട്ടും കത്തൊക്കെ എഴുതി ജീവിച്ചൊരു കാലം ഇന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്തൊരവസ്ഥയാണ്. ഇന്ന് പറക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ യൂറോപ്പിലേക്കും UK-യിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും കുട്ടികൾ കുടിയേറുകയാണ്. അവർക്ക് തിരിച്ചു വരാനും മനസ്സില്ല, രക്ഷിതാക്കളെ കൂടെ ജീവിക്കാനും മനസ്സില്ല, അവരെ ബിസിനസ് നോക്കാനും മനസ്സില്ല. അവർ സ്വന്തമായ ഒരു ലൈഫാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അവരിവിടെ തന്നെ നിൽക്കാനും ഭാവി ജീവിതം നന്നാക്കാനും വേണ്ടി നിങ്ങൾ വിഭാവനം ചെയ്ത ഹാൻഡ്സ് ഓഫ് ബിസിനസ് സ്കൂളിൻ്റെ അണ്ടറിൽ എന്തൊക്കെ പ്രൊജക്റ്റുകളാണ്, എന്തൊക്കെ കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്കുള്ളത്? ഏവിയേഷനുമായി ബന്ധപ്പെട്ട വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണ് നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇവിടുത്തെ കുട്ടികൾക്ക്, ഇവിടുത്തെ യുവാക്കൾക്ക് നൽകാൻ പോകുന്ന നിങ്ങളുടെ ആശയം? ഹുസൈൻ സാർ ചോദിച്ചത് നല്ലൊരു ചോദ്യം. അതേപോലെ തന്നെ നമ്മയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഇൻ കേരള അത് ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ജോലി ആവണം, എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം, അതല്ലെങ്കിൽ നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്യാഷ് വേണം എന്നുള്ള ചിന്താഗതിയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 30 വർഷത്തോളം വിദേശ രാജ്യങ്ങളിൽ ഏവിയേഷനുമായിട്ടാണ് ഞാൻ കൂടുതൽ അവിടെ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചൊരാശയം, ഇന്ന് ഇന്ത്യയിൽ ആരും കൊണ്ടുവരാത്ത ഒരു കോഴ്സ്. ഇപ്പോൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സുകളുണ്ട്. അയാട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകൾ. അതൊന്നുമല്ല ഞാൻ വിഭാവനം ചെയ്യുന്നത്. നമുക്കറിയാം, ട്രാവൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയൊരു മേഖലയാണ്, അനന്ത സാധ്യതകളുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ടൂർ പോകുക എന്നുള്ളത് ഒരു നിത്യജീവിതത്തിലെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇതിനൊക്കെ എയർപോർട്ടുകളും ഫ്ലൈറ്റുകളും ഈ ഫ്ലൈറ്റുകൾക്കുള്ള ഇന്ധനവും ഒക്കെ ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യൻ എയർപോർട്ടുകൾ ഒരുപാട് ജോലി സാധ്യതകൾ ഈ ഫ്യൂലിംഗുമായിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത്, ഹൗ ടു റീഫ്യൂൽ ആൻ എയർക്രാഫ്റ്റ്. ഒരു വിമാനത്തിന് ഇന്ധനം എങ്ങനെ നൽകാം. ഈ കോഴ്സ് ഇവിടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോ ഒന്നും അറിയില്ല. ഞാൻ വിഭാവനം ചെയ്യുന്നത് ഇങ്ങനെ ഒരു കോഴ്സ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക, അവരെ ജോലിക്ക് പ്രാപ്തരാക്കുക, ശമ്പളം കിട്ടുന്ന ഒരു ജോലി കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുക. അതുമാത്രമല്ല, എയർപോർട്ടുകളിലെ ജോലി എന്ന് പറയുന്നത് അതൊരു പ്രിവിലേജാണ്. എയർപോർട്ടിൽ ഇനിയിപ്പോൾ ശമ്പളം കുറഞ്ഞാലും, ഞാൻ പറയുന്ന ജോലിക്ക് ശമ്പളം കുറവല്ല, എന്നിരുന്നാലും കുറവാണെങ്കിൽ തന്നെ പ്രിവിലേജ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് എയർപോർട്ട് എന്നൊക്കെ പറയുന്നത്. ആരും ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത്തരം ഇടങ്ങളിൽ ഒരു ജോലി നേടിക്കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഈ സ്ഥാപനത്തിലും അതിൻ്റെ ഒരു അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കരിയറുമായിട്ട് കുട്ടികൾ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ആ രംഗത്ത് ഏകദേശം 30 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കത് കൂടുതൽ വ്യക്തമാക്കി നൽകാനും സാധിക്കും.